രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം രാഗം ശ്രീരാഗം ഉദയ ശ്രീരാഗം മധുകര മധുര ശ്രുതി ഹൃദയ സരോവരമുണരും രാഗം മധുകര മധുര ശ്രുതി ഹൃദയ സരോവരമുണരും രാഗം തൊടുതൊടെ വിടരും പൂവിൻ കവിളിൽ പടരും വൃത്തിരാഗം തൊടുതൊടെ വിടരും പൂവിൻ കവിളിൽ പടരും വൃത്തിരാഗം രാഗം ഹംസധ്വനി രാഗം കളഹംസധ്വനി രാഗം രാഗം ഹംസധ്വനി രാഗം ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയരയന്നങ്ങൾ പാടും മദകരരാഗം തളരാടാടും തിരയുടെ പദതാളം തളരാടാടും തിരയുടെ പദതാളം രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം രാഗിണിയാം പ്രിയവസുധേ അനുരാഗിണിയാം പ്രിയവസുധേ പുഷ്പപരാഗം നെറുകയിലണിയൂ അനുരാഗിണിയാം പ്രിയവസുധേ പുഷ്പപരാഗം നെറുകയിലണിയൂ വർണ്ണവിരാജിതമാം ഋതുരാജസദസിൽ ഋതുരാജസദസിൽ രാഗം താനം പല്ലവി പാടൂ രാഗം താനം പല്ലവി പാടൂ രാഗം മാരുതരാഗം
സ്വപ്നമേതോ സ്മൃതിയുടെ ലഹരിയിൽ നിറയും മിഴിയോടെ വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം മലയമാരുതരാഗം പഗദ പഗരി രാഗം ദദനിദാനി പദനിദാനി ഗപനിദാനി സനിദ നിദ പഗരി ഗപ മാരുതരാഗം ഗരി സനിദനി റിസാനിദ പദ സനിദ പഗപ മലയമാരുതരാഗം. ബദ്രി, ഓ വലിയ പാട്ടാ, എനിക്കൊന്നും അറിയില്ല പറയാൻ. ഞാൻ അവരോട് ചോദിക്കാൻ പാടേ. എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് പാടായിരുന്നു, ഇങ്ങനെ പിടിച്ചു വെച്ച് പാടുന്ന പോലെ. അത് ജലദോഷമായിരുന്നു. അപ്പൊ രാവിലെ അടിച്ചപ്പോ നല്ല ത്രോട്ട് പെയിൻ ഉണ്ടായിരുന്നു. ജലദോഷം ഉണ്ടായാൽ പാടാൻ പറ്റിയ പാട്ടാണ്. എല്ലാം തുറന്നോളും. എന്നാലും ഈ പാട്ട് മൊത്തത്തില് ഒരു പിടിച്ചു പാടുന്ന പോലെ. രാഗം എങ്ങനെയാണ് തുടങ്ങുന്നത്? ഏത് രാഗം? ഫസ്റ്റ് രാഗം പാടിക്കോളൂ, നമുക്ക് അവിടുന്ന് തുടങ്ങാം. രാഗം ശ്രീരാഗം ഉദയ അപ്പം ശ്രീ ഇങ്ങനെ ശ്രീ കുറച്ച് ഫ്രീ ആവാം. മൊത്തം ഇങ്ങനെ പിടിക്കുമ്പം ഇപ്പം നമ്മൾ അതിൻ്റെ ഒറിജിനൽ സിംഗർ അങ്ങനെ ആയിരിക്കണം പാടിയത്. അത് അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് സിംഗിങ് ആണ്. അപ്പം നമ്മൾ ഒരു പരിധി വരെ ഇൻസ്പയർഡ് ആവാം, എന്നാലും കുറച്ചൊരു ഫ്രീനെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കേൾക്കുമ്പോഴും നമ്മളും ഫ്രീ ആവും. മനസ്സിലായില്ലേ? പിന്നെ മധുരശ്രുതിയിൽ, അതായത് മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം. ഇത് കഴിഞ്ഞിട്ട് ഹംസധ്വനിയിലോട്ട് കയറില്ലേ, അവിടെ ഒന്നും മനസ്സിലായില്ല. അതായത് ഹംസധ്വനിയാന്നും മനസ്സിലായില്ല, എന്തോ ഒരു പിച്ച് ഔട്ട് സംഭവിച്ച പോലെയാണ് തോന്നിയത്. ആ ബ്രിഡ്ജില് ഒരു ചേഞ്ച് വന്നത് പ്രോപ്പർ ആയിരുന്നില്ല, ഫ്രം ശ്രീരാഗം ടു ഹംസധ്വനി. അപ്പോൾ അത് നമ്മൾ ഒരു ഷിഫ്റ്റ് ഓഫ് രാഗം വരുമ്പോൾ അവിടെ ഭയങ്കര ക്ലിയർ ആയിരിക്കണം എന്താണ് പാടുന്നത് എന്നുള്ളത്. പിച്ചിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ പാട്ടുകൾ പാടുമ്പോൾ, കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഹരി ചേട്ടാ. ചേച്ചി ഹായ് ബദ്രി. ഹായ് ചേച്ചി, നന്നായിട്ട് പാടിട്ടോ. താങ്ക് യു. ഇറ്റ്സ് എ വെരി ടഫ് സോങ് ആക്ച്വലി. ഒരു ഇതിൽ വന്നിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പാടി. അത് വെച്ചിട്ട് ഡിഫിക്കൽട്ടി കൂടുന്തോറും ഗമകങ്ങൾ കൂടുന്തോറും മാർക്ക് വീഴും എന്നുള്ളൊരു തോട്ട് എടുത്ത് മാറ്റിക്കോട്ടോ എല്ലാവരും. അങ്ങനെയില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. നിങ്ങൾ ആ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒരു സോങ്ങിനെ നിങ്ങൾ അവിടെ വന്ന് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം ഇതിൻ്റെ അകത്ത് വരും. അല്ലാണ്ട് ജസ്റ്റ് സിംഗിങ് മാത്രമല്ല, എല്ലാ ഏരിയാസിലും ഗ്രൂമിങ് നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പം ആ സെലക്ഷൻ ഓഫ് സോങ് ശ്രദ്ധിക്കുക. ബാക്കി ഹരി പറഞ്ഞത് എനിക്ക് അങ്ങനെ പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല, പക്ഷെ സിംഗിങ് അസലായിട്ട് പാടിയിട്ടുണ്ട്, നന്നായിട്ട് പാടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു ചേച്ചി. ഷാനിക്ക, ഇവർ രണ്ടുപേരും പറഞ്ഞതിൻ്റെ ഒരു കൺസൈസ് ആയിട്ടുള്ള ഒരു കാര്യവും എനിക്ക് ഫീൽ ചെയ്ത കാര്യവും പറയാം. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, ഇതൊരു അപകടം പിടിച്ച പാട്ടാണ്. കാരണം ഒരു രാഗത്തിൽ നിന്ന് മറ്റൊരു രാഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അത് സീംലെസ് ആയിട്ട് പോകണം. ദാറ്റ് ബ്രിഡ്ജ് ഷുഡ് ബി സ്മൂത്ത്. അതിന് ഇപ്പം ചില ആളുകൾ ആദ്യം ഇൻസ്ട്രുമെൻസ് കൊണ്ട് ഒരു പാലം ആദ്യം പണിയും, അല്ലേ? അതെ, ഇൻസ്ട്രുമെൻസ് കൊണ്ട് ഒരു പാലം ആദ്യം പണിതിട്ട് പിന്നെ സിംഗർ അതിലേക്ക് ലാൻഡ് ചെയ്യും അടുത്ത രാഗത്തിലേക്ക്. എന്നിട്ട് അത് തീരാൻ നേരത്ത് പിന്നെ അഗൈൻ ഇൻസ്ട്രുമെൻസും കോഡ്സും ഒന്ന് മാറി അടുത്ത രാഗത്തിലേക്ക് കയറി സിംഗർ അതിലേക്ക് ലാൻഡ് ചെയ്യും. വോക്കലി നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു നോട്ട് പിഴച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് നമ്മുടെ ചെവിയിലടിക്കും. അപ്പം ചില ബ്രിഡ്ജസിൽ അങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു ഷാനിക്ക. ബദ്രി, അപ്പൊ അടുത്ത തവണ അല്ലേ വെയിറ്റ് ആൻഡ് വാച്ച് എന്നല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.